life's a tune, sing it till we break. ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളെ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊന്ന് അപ്ലോഡ് ആക്കിയിട്ട്, മെയിൻ റീസൺ എൻ്റെ ഈ ഒരു മടി കൊണ്ടാണ് ഞാനൊന്നും അപ്ലോഡ് ആക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാത്തിരുന്നിട്ടുള്ള എൻ്റെ പ്ലമ്മിൻ്റെ പാക്കേജ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപാട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറിയിട്ട് പാലാരിവട്ടത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, എറണാകുളത്ത് ഡൈക്കട്ട് സ്മാർട്ടിൻ്റെ പുതിയ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. കുറേ കാലമായി എൻ്റെ ആഗ്രഹം അവിടെ പോകണം എന്നൊക്കെ. അറ്റ് ലാസ്റ്റ് ഞങ്ങളവിടെ പോയിട്ടോ. ലൈക്ക് ഒരു പിൻട്രസ്റ്റ് വേൾഡിലോട്ട് എൻ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അവിടുത്തെ എല്ലാ സാധനങ്ങളും എന്ത് ക്യൂട്ടാണെന്നറിയോ. ലൈക്ക് എല്ലാവരും വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ അത്രയും നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെ കൺട്രോൾ പോകും. കാരണം അത് വേണം ഇത് വേണം എന്നൊക്കെ, ലൈക്ക് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയാണ് ആ സ്റ്റോർ എന്ന് പറയണത്. ഇനിയും പോയിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കണം കേട്ടോ. അത്രയ്ക്കും സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാം വാങ്ങിയത് ആക്ച്വലി എന്താ പറയുക, ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യണം, ജേർണൽ തുടങ്ങണം, നല്ലപോലെ ഇനി അത് കണ്ടിന്യൂ ആക്കണം, ഒരു പ്രൊഡക്റ്റീവ് ലൈഫായിരിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല, എത്ര നാളുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ മെട്രോയിൽ കയറിയിട്ട് നേരെ എടപ്പള്ളി ലുലു മാളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നിനല്ല, ചുമ്മാ വന്നതാണ്. അവിടെ നിന്ന് ഹൈപ്പറിലും കയറി, പിന്നെ അത് കഴിഞ്ഞ പാടെ ഞങ്ങൾ മെക്ഡിയിൽ കയറിയിട്ട് ഒരു ബർഗർ മീൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ പാടെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, സ്കൈയും കാര്യങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഗൈസ്.